യോശുവയും കൂട്ടരും തന്റെ സൈന്യം പോയി യെരിക്കോ പട്ടണത്തെ പിടിച്ചടക്കി. വലിയ ജയം ദൈവം അവർക്ക് കൊടുത്തു. അടുത്ത പട്ടണത്തെ പിടിക്കുവാൻ ആയി പട്ടണത്തിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ കൽപ്പന, ദൈവശബ്ദം, ദൈവവചനം, ദൈവത്തിന്റെ വ്യവസ്ഥ അവർക്ക് വളരെ കൃത്യമായിരുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പട്ടണത്തിലെ ഒരു സാധനം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അവിടുന്ന് നിങ്ങൾ മോഷ്ടിച്ച് നിങ്ങൾക്കായി എടുക്കരുത്. അതിൽ ശാപമുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിൽ സ്തോത്രം, ഒരു മനുഷ്യൻ ആഖാൻ എന്ത് ചെയ്തു? സ്തോത്രം. ഇത് കണ്ടപ്പോൾ അവന് മോഹം തോന്നി. എടുക്കാൻ പാടില്ലാത്തത്, ശപിക്കപ്പെട്ടിരിക്കുന്ന, ശാപാർപ്പിതമായിരിക്കുന്ന ഈ വസ്തു താൻ ദൈവത്തിന്റെ ശബ്ദം വളരെ വ്യക്തമായി തന്നിലേക്ക് വന്നെങ്കിലും, ദൈവജനത്തിലേക്ക് വന്നെങ്കിലും അത് കേൾക്കാതെ വകവയ്ക്കാതെ എന്ത് ചെയ്തു? താൻ ദൈവശബ്ദം. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ മേൽ വന്നു. യെസ്. അപ്പോൾ അവസാനം ആരാണ്, എന്താണ് ആ യുദ്ധം അവർ പരാജയപ്പെട്ടത് പോയത്? എന്താണ് ആ പട്ടണത്തിൽ അവർക്ക് ജയിക്കുവാൻ കഴിയാത്തത്? അവർ തോറ്റുപോകുവാൻ കാരണം അവർ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ യോശുവ, സ്തോത്രം, ഹല്ലേലൂയ, 10ാമത്തെ വാക്യം, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു. നീ എന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. നോക്കിയേ, ദൈവം പറയാ, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. പരാജയത്തിന്റെ കാരണം പാപം.